നമസ്കാരം, സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി കുഞ്ഞുമോൻ. പ്രധാന വാർത്തകൾ. പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിക്കാനിടയായ സംഭവം വനംവകുപ്പിന്റെ അനാസ്ഥയാണെന്ന് വി കെ ശ്രീകണ്ഠൻ MP. മലമ്പുഴ മുണ്ടൂർ പ്രദേശത്ത് റെയിൽ ഫെൻസിംഗ് പൂർണ്ണമായും നടപ്പിലാക്കണമെന്നും വി കെ ശ്രീകണ്ഠൻ. മുണ്ടൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിക്കാനിടയായ സാഹചര്യത്തിൽ പ്രതിഷേധം വ്യാപകം. CPIM-ന്റെ നേതൃത്വത്തിൽ ഹർത്താൽ നടത്തി. കോൺഗ്രസിന്റെയും BJP-യുടെ നേതൃത്വത്തിൽ വനം വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അനുഷ്ഠാന നിറവിൽ ആയക്കാട് ശ്രീ പള്ളിയറ ഭഗവതി സഹായം വേല ആഘോഷിച്ചു. ദേശകൂട്ടായ്മയിൽ കരുവാശ്ശേരി കുമ്മാട്ടി മഹോത്സവം. വാർത്തകൾ വിശദമായി. പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിക്കാനിടയായ സംഭവത്തിൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും വന്ന വീഴ്ചയാണെന്ന് വി കെ ശ്രീകണ്ഠൻ MP. പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവിചാരിതമായിട്ടാണ് ഒരു യാത്ര ചെയ്യുമ്പോൾ കഴിയാതെ എന്നൊരു സാഹചര്യം. ആന ഇറങ്ങി എന്നുള്ള വിവരം മെസ്സേജായിട്ട് പോകാറുണ്ട്, അവിടെ എല്ലാം അനൗൺസ് ചെയ്യാറുണ്ട്. അതിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ബന്ധുക്കളും അവരുടെ നാട്ടുകാരൊക്കെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയില്ല, ഒരു തീരുമാനമെടുക്കാതെ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അവരുടെ വികാരം വളരെ കറക്റ്റാണ്. ഇതിനു മുമ്പും പരിക്ക് പറ്റിയവരുടെ ചികിത്സാ ചെലവ് റീഇംബേഴ്സ്മെൻറ്റ് വളരെ വൈകിയതുകൊണ്ടും കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ടും വലിയ ആശങ്കയിലാണ്. കാരണം പരിക്ക് പറ്റിയ അമ്മ, മരിച്ച ആളുടെ അമ്മ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്. വളരെ ഗുരുതരമായിട്ടാണ് അവർക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത്. എന്തായാലും പാലക്കാട് ജില്ലാ കളക്ടർ മുഖാന്തരം ഇടപെടുകയും തൃശ്ശൂർ ജില്ലാ കളക്ടറുമായിട്ട് ഇടപെടുകയും അവരുമായിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സംസാരിക്കുകയും ചെയ്തു. അമ്മയുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായിട്ടും ആശുപത്രി തന്നെ സർക്കാർ സംവിധാനത്തിൽ ചെയ്യുമെന്നുള്ള ഉറപ്പാണ് കിട്ടിയിരിക്കുന്നത്. മലമ്പുഴ മുണ്ടൂർ പ്രദേശത്ത് റെയിൻ ഫെൻസിംഗ് പൂർണ്ണമായും നടപ്പിലാക്കണമെന്നും വി കെ ശ്രീകണ്ഠൻ ആവശ്യപ്പെട്ടു. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലന്റെ കുടുംബത്തിന് ധനസഹായം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെടാനിടയായ സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. മുണ്ടൂർ സ്വദേശി അലനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അലന്റെ അമ്മ വിജി പരിക്കുകളുടെ ചികിത്സയിലാണ്. അലനും അമ്മ വിജിയും കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി വരുന്ന വഴിയാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ പരിക്കേറ്റ അലനെ ആശുപത്രി എത്തിച്ചുവെങ്കിലും മരിച്ചു. വിജി അപകടനില തരണം ചെയ്തിട്ടുണ്ട്. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്ന് വനം വകുപ്പ് മന്ത്രി അറിയിച്ചു. പ്രദേശത്ത് നിലയുറപ്പിച്ച കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ കൂടുതൽ RRT അംഗങ്ങളെ നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മുണ്ടൂരിൽ കാട്ടാനാക്രമണത്തിൽ യുവാവ് മരിക്കാനിടയായ സംഭവത്തിൽ CPIM നടത്തിയ ഹർത്താൽ പൂർണ്ണം. അടിക്കടിക്ക് മരണങ്ങൾ, പാവപ്പെട്ട ജനങ്ങൾക്ക് പിറന്ന മണ്ണിൽ ജീവിക്കാൻ സംരക്ഷണം ഒരുക്കുക ഗവൺമെന്റ്. മുണ്ടൂർ പഞ്ചായത്തിലാണ് CPIM ഹർത്താലിന് ആഹ്വാനം നൽകിയത്. ഹർത്താലിന്റെ ഭാഗമായി CPIM പ്രവർത്തകർ പ്രകടനം നടത്തി. മുണ്ടൂരിൽ നിന്നും കയറങ്കോട് ജംഗ്ഷനിലേക്ക് നിരവധി പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. കാട്ടാനയുടെ നിരന്തരമായ ആക്രമണത്തിൽ നിന്നും പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാവണമെന്ന് CPIM നേതാക്കൾ ആവശ്യപ്പെട്ടു. മുണ്ടൂരിൽ യുവാവ് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ച സംഭവത്തിൽ BJP-യുടെ നേതൃത്വത്തിൽ DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഉദ്ഘാടനം ചെയ്തു. അവിടുത്തെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ ആന അവിടെ ഇറങ്ങിയിട്ടും അതിനെ തിരിച്ച് കാട് കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അപ്പൊ ഇത് ഇത്തരത്തിൽ തികഞ്ഞ അലംഭാവം നടത്തിക്കൊണ്ട് മനുഷ്യ ജീവനെടുക്കുന്ന സർക്കാരായിക്കൊണ്ട് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ മാറിയിരിക്കുകയാണ്.
ഇതിന് ശാശ്വതമായ പരിഹാരം കാണുന്നതുവരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഈ തെരുവുകളിൽ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന്റെ അടുത്ത ഘട്ടം ഇതാ ഇവിടെ ഈ നിമിഷം മുതൽ ആരംഭിക്കുകയാണ്. ജില്ലാ വൈസ് പ്രസിഡന്റ് സി മധു അധ്യക്ഷനായിരുന്നു. സുജിത്ത്, വിപിൻ, ജ്യോതിഷ് എന്നിവർ സംസാരിച്ചു. മുണ്ടൂരിൽ കാട്ടാനാക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെടാനിടയായ സംഭവത്തിൽ മുണ്ടൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KPCC സെക്രട്ടറി സി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. TK വാസു അധ്യക്ഷനായിരുന്നു. KS ജയഘോഷ്, K കോയക്കുട്ടി, EM ബാബു, AC സിദ്ധാർത്ഥൻ, MV രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വഖഫ് നിയമം ഭരണഘടനയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷം പറയുന്നതിൽ യാതൊരു യുക്തിയുമില്ലെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ വത്സൻ തില്ലങ്കേരി. പാലക്കാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്താകമാനം ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ നിയമ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത്. ഈ നിയമ ഭേദഗതിയിലൂടെ ഒരു സമുദായത്തിൻ്റെയും മതപരമായ യാതൊരു തരത്തിലുള്ള അവകാശങ്ങളും നിഹനിക്കപ്പെടുകയില്ല. മതപരമായ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യവും അതില്ല. നേരെ മറിച്ച് വഖഫ് ചെയ്യപ്പെട്ട, ന്യായമായ വഖഫ് ചെയ്യപ്പെട്ട വസ്തുക്കൾ അന്യാധീനപ്പെടാതെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമപരമായ പരിരക്ഷ ഉറപ്പാക്കുകയാണ് ഈ നിയമത്തിലൂടെ ചെയ്യുന്നത്. രാജ്യത്തെ ഭൂരിപക്ഷ അംഗങ്ങൾ പാസാക്കിയ നിയമത്തിനെതിരെ കോടതിയിൽ പോകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും വത്സൻ തില്ലങ്കേരി ചോദിച്ചു. ആരുടെയും വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന നിലയിലുള്ള അക്രമം ഉണ്ടാകാൻ പാടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പെൻഷനുകാർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന് KSSPU ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ്. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്കെതിരെ യോജിച്ച പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും PN മോഹൻദാസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തിങ്കൾ, ചൊവ്വ ദിവസങ്ങൾ നടക്കുന്ന ജില്ലാ സമ്മേളനം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ V ദണ്ഡപാണി, CS സുകുമാരൻ, KK സതീശൻ, K രാധാദേവി, M രാമകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. ഇദ്ദേഹം ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റാണ്. CS സുകുമാരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങേയറ്റത്ത് ജില്ലാ ട്രഷറർ KK സതീശനാണ്. ഇപ്പുറത്തിൽ K രാധാദേവി സംഘടന സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം M രാമകൃഷ്ണൻ. കോരഞ്ചിറ സൗഹൃദ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ വോളിബോൾ മത്സരം സംഘടിപ്പിച്ചു. കോരഞ്ചിറ ഫ്ലഡ്ലൈറ്റ് കോർട്ടിൽ അർജുന അവാർഡ് ജേതാവും മുൻ ഇന്ത്യൻ വോളിബോൾ ടീം ക്യാപ്റ്റനുമായ ടോം ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഒരുപാട് കായിക താരങ്ങളെ ഇനിയും നമുക്ക് ഈ നാട്ടിൽ നിന്ന് വാർത്തെടുക്കാൻ സാധിക്കും. അത് സൗഹൃദ കോളേജ് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ ആരംഭിക്കുന്ന ഈ വോളിബോൾ ടൂർണമെൻറ്റിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ ഈ ടൂർണമെൻറ്റ് ഒരു വൻ വിജയമായി തീരട്ടെന്ന് ആശംസിച്ചുകൊണ്ട് സൗഹൃദ ചാരിറ്റബിൾ സൊസൈറ്റി ഓഫീസ് ഉദ്ഘാടനം മുൻ മന്ത്രി KE ഇസ്മയിലും മരിച്ചുപോയ കൃഷ്ണൻ മാഷ്, മാധവ് മാഷ്, നമ്മുടെ കീരക്കുഴിയിലെ വക്കീൽ ബാലൻ, ഷാവുൽ മാഷ്, അങ്ങനെ കുറച്ചുകൂടി നമ്മുടെയൊക്കെ തലമുതിർന്ന ആളുകളുടെ മുൻകൈയിലാണെന്ന് അത് സംഘടിപ്പിച്ചത്. അന്ന് പൊതു സമീപനമുണ്ടായിരുന്നു. കലാ സാംസ്കാരിക രംഗങ്ങളിൽ ചെറുപ്പക്കാരെ ആകർഷിക്കാനും അവരുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിന് നമ്മൾ ആരെങ്കിലും മുൻകൈയെടുത്ത് ശ്രമങ്ങൾ നടത്തി അതിന് തുടക്കം കുറിച്ച് കഴിഞ്ഞാൽ ബാക്കി പിന്നെ അതുമായിട്ടുള്ള പോകും. അങ്ങനെയാണ് മാര്യപ്പാടത്തുണ്ടായി, എളാമ്പാടത്തുണ്ടായി, കോരഞ്ചിറയിലുണ്ടായി. പിന്നെ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് വാൽക്കുളമ്പൊക്കെ വന്നത്. സ്വയം ഓരോരുത്തരും മുൻകൈ എടുത്തുകൊണ്ട് പിന്നെ പല സ്ഥലങ്ങളിലുണ്ടായി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മുൻമന്ത്രി VC കബീർ മാസ്റ്ററും നിർവഹിച്ചു. സ്പോർട്സ് താരങ്ങൾ സമരവുമായി വന്നു. നല്ലൊരു സമരം അവർ ചെയ്തു. യേശുക്രിസ്തുവിൻ്റെ ഒരു മൂന്ന് കാലുള്ള ബോർഡ് കൊണ്ടുവന്ന് അതിൽ യേശുക്രിസ്തുവിനെ അവതരിപ്പിച്ചുകൊണ്ടാണ് അവരാ സമരം ചെയ്തത്. ഞാൻ മന്ത്രിയായിരുന്നു.
അന്ന് 4 മണിയാകുമ്പോഴേക്കും ആ 400 ആളെയും ഗവൺമെൻറ് സർവീസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓർഡർ കൊടുക്കാൻ എനിക്ക് സാധിച്ചു. അത് കഴിഞ്ഞ് സ്റ്റേറ്റ് ടാക്സിൽ കിട്ടിയ ഒരു ഇൻസ്പെക്ടർ സ്പോർട്സ് താരമായിരുന്നു. പുള്ളി ഒരു വില കൂടിയ വാച്ച് കൊണ്ടാണ് കബീർ മാഷിനെ കാണാൻ വന്നത്. കൊണ്ടുപോടാ അദ്ദേഹം പറഞ്ഞു. വേറെ വല്ല ആണെങ്കിൽ ആ വാച്ച് വാങ്ങി പോക്കറ്റിൽ വയ്ക്കും. കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷയായി. ചടങ്ങിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഉദ്ഘാടനവും നടന്നു. രാജ്യത്തെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ടീമുകളെ അണിനിരത്തി നടന്ന മത്സരങ്ങൾക്ക് മുൻപായി മമ്പാട് വോളി ക്ലബിന്റെ നേതൃത്വത്തിൽ വനിതാ ടീമുകളുടെ പ്രദർശന മത്സരവും നടത്തി. സൗഹൃദ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് എൽദോസ് മാത്യു, സെക്രട്ടറി KN ഫൈസൽ, ട്രഷറർ S അബ്ദുൾ റഷീദ്, KK മത്തായി, അഡ്വക്കേറ്റ് ബിജു ലാസർ, ജിനേഷ് പൗലോസ്, ബൈജു പോൾ എന്നിവർ സംസാരിച്ചു. സൗഹൃദ കോലഞ്ചർ ഒരുക്കിയ ഇന്ത്യൻ ആർമി ടീം 1ാം സ്ഥാനവും മമ്പാട് വോളി ക്ലബ് ഇറക്കിയ ഇന്ത്യൻ നേവി ടീം 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ഈച്ച് 2-2. വീണ്ടും ഒരു സമനില. വേറെ ഭാഗങ്ങളിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. ഈ വശത്തേക്ക്, ഈ ഭാഗത്തേക്ക് ഞാൻ ആദ്യം ദീപക് മികച്ച വടക്കഞ്ചേരി വീടിനകത്ത് നിന്നും വമ്പൻ മൂർഖൻ പാമ്പിനെ പിടികൂടി. വടക്കഞ്ചേരി ഗ്രാമം ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിൽ നിന്നുമാണ് സർപ്പത്തെ പിടികൂടിയത്. വാച്ചർ മുഹമ്മദ് അലി എത്തി മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് പാമ്പിനെ പിടികൂടിയത്. പിടികൂടിയ പാമ്പിനെ വനം വകുപ്പിന് കൈമാറി. പിടികൂടിയ ആൺപാമ്പിന് ഏകദേശം 12 വയസ്സോളം പ്രായം വരുമെന്ന് വാച്ചർ മുഹമ്മദ് അലി പറഞ്ഞു. അനുഷ്ഠാന നിർവിൽ ആയക്കാട് ശ്രീ പള്ളിയറ ഭഗവതി സഹായ മേല മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി ശനിയാഴ്ച പറയെടുപ്പ്, ഗാനമേള എന്നിവ നടന്നു. ഞായറാഴ്ച കാലത്ത് 5-ന് ഗണപതി ഹോമം, മന്നം മുഴക്കം, തിടമ്പ് പൂജ, സോപാന സംഗീതം, ഭഗവതി എഴുന്നള്ളിപ്പ്, കോറിടൽ, മന്ന് തീടുവെടി, കേളിക്കൊട്ട്, ഗണപതി ക്ഷേത്രത്തിൽ നിന്നും പഞ്ചവാദ്യം, മേളം, വെടിക്കെട്ട്, കുമ്മാട്ടി, തായമ്പക എന്നിവ ഉണ്ടായിരുന്നു.
പുതുക്കോട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് AK സെയ്ദ് മുഹമ്മദ് അന്തരിച്ചു. സംസ്കാരം തിങ്കളാഴ്ച പകൽ 12-ന് പുത്തിരിപ്പാടം പള്ളി ഖബർസ്ഥാനിൽ നടന്നു. CPIM മുൻ ഏരിയ കമ്മിറ്റി അംഗം, പുതുക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ്, പുതുക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, കണ്ണമ്പ്ര സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ്, സംസ്ഥാന സഹകരണ ബാങ്ക് ഡയറക്ടർ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ CPIM അപ്പക്കാട് ബ്രാഞ്ച് അംഗമാണ്. ഭാര്യ പരാതിയായ ബി ഫാത്തുമ്മ, മക്കൾ സുൽഫിഖ്, സെബി, മരുമക്കൾ ഫാസില, സുരേഷ് വേലായുധൻ, സഹോദരങ്ങൾ നൂർ മുഹമ്മദ്, സാറ ഉമ്മ, ഐഷ എന്നിവരാണ്.